ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെപ്പർ ചിക്കൻ ആണ്. പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 വറ്റൽ മുളക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു ഏകദേശം കളർ ചേഞ്ച് ആയാൽ നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം. മൂടി വെച്ച് മറന്നു പോകരുത്, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചതാണ്. അതുപോലെ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം, അതും പൊടിച്ചതാണ്. ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. എരിവ് നല്ലതുപോലെ ഇഷ്ടമുള്ളവർ 1.5 സ്പൂൺ ഇടുക. കുറച്ച് മതിയെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. നല്ലതുപോലെ ഇളക്കി മൂടി വെക്കാം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലായിടത്തും എത്തണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓപ്പൺ ആക്കി ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ നമുക്ക് വറ്റി കിട്ടണം. അപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കറി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Bye. Please subscribe.